എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. മത്തങ്ങയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു മസാലക്കൂട്ടിലാണ് ഈ മത്തങ്ങ കറി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ വളരെ ചെറിയ 2 കഷ്ണം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് എടുത്തിട്ട്, വലിയ കഷ്ണങ്ങളല്ല കേട്ടോ, ഒരുവിധം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മത്തങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അതവിടെ ഇരിക്കട്ടെ, നമുക്ക് കടായി ചൂടാക്കാം. കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള നമുക്ക് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഈ ചോപ്പറിലിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കരുത് കേട്ടോ. നീളത്തിൽ തന്നെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. ഇത് ആ എണ്ണയിലിട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ എരിവിനായിട്ട് 2 പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പച്ചമുളകും സവാളയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇളം ബ്രൗൺ കളറാകുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൗഡറാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണല്ലോ. അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ പൗഡറാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് ആ പൊടികളുടെ പച്ചമണം എല്ലാം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് നല്ല അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കരുതേ, ഇതുപോലെ അരച്ച് തന്നെ അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിയുടെ ആ ഗ്രേവി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കത് നല്ല ഒന്ന് ആ പച്ചച്ചോവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചെറിയൊരു മസാലക്കൂട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ കൈവിടാതെ കരിഞ്ഞു പോകാതെ നമ്മൾ ഇതുപോലെ ഇളക്കി നല്ലൊരു മസാലക്കൂട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് മത്തങ്ങ കഷ്ണങ്ങൾ വേകുന്നത്. അപ്പോൾ മത്തങ്ങയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ആ ഉപ്പൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ടാണ് മത്തങ്ങ കഷ്ണങ്ങൾ വേകേണ്ടത്. ആ മത്തങ്ങ കഷ്ണങ്ങൾ ഈ സമയം അതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ മത്തങ്ങ കൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയൊരു മധുരം അതിനുണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ ആ മധുരം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു മസാല തയ്യാറാക്കിയിട്ട് മത്തങ്ങ കഷ്ണങ്ങൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നത്. എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് ആ കഷ്ണങ്ങൾ ആ മസാലയിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ വേകാൻ അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കൊക്കെ ഇതൊന്ന് തുറന്നിട്ട് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നമ്മളിതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിച്ച് പോകരുത്. അതുകൊണ്ട് ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് ആ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണെന്നൊന്ന് ഈ സമയത്തൊന്ന് നോക്കാം. മത്തങ്ങ കഷ്ണങ്ങളിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് പിടിച്ചിട്ടുണ്ടോയെന്ന് ഇങ്ങനെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി കുറുകി വരാനുള്ളതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് നേരം കൂടെ മൂടി വെച്ചപ്പോഴേക്കും ആ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കഷ്ണങ്ങളിലേക്ക് ആ എരിവെല്ലാം ആ സാമ്പാർ പൊടി ഇട്ടതുകൊണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക്. മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. കഷ്ണങ്ങളിലെല്ലാം നല്ലപോലെ ആവശ്യത്തിന് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിലേക്ക് ഒരു താളിപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതിനായിട്ട് കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കാം.
ആ ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോഴാണ് നമ്മളിനി അതിലേക്ക് ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളകിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം, ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴാണ് ഞാൻ കുറച്ച് തേങ്ങ, അതായത് ഒരൊറ്റ കൈപ്പിടി, അങ്ങനെ ഒരു പിടി എടുത്താൽ എത്രയാണ് ഉണ്ടാകുന്നത്, ഒരു 2 ടീസ്പൂൺ കാണും, അത്രയും മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും ഈ തേങ്ങയും കൂടെ എന്താക്കണം, ഒന്ന് വഴറ്റി കൊടുക്കണം. ഒന്ന് ചെറിയ ഇളം ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിനി ആ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ മത്തങ്ങ കഴിക്കുന്നതിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പും അതുപോലെ ഈ തേങ്ങയുടെ ചിരവിയ തേങ്ങ ഫ്രൈ ആക്കിയതും എല്ലാം കിട്ടുമ്പോൾ ആ കറിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.